കളമശ്ശേരി നഗരസഭയുടെ ഫണ്ട് കാണാനില്ലെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഓഡിറ്റ് റിപ്പോർട്ട് നഗരസഭയും നഗരസഭാ കൌൺസിലർമാരെയും അപകീർത്തിപ്പെടുത്തുന്നതുമാണെന്നും നഗരസഭാ അധ്യക്ഷ സീമ കണ്ണനും ജില്ലാ ആസൂത്രണ സമിതി അംഗം ജമാൽ മണക്കാടനും വ്യക്തമാക്കി. ഏത് അന്വേഷണത്തെയും നേരിടാൻ നഗരസഭ തയ്യാറാണെന്നും അവർ പറഞ്ഞു. ഇവിടെ നഗരസഭയിൽ പൈസ പോയിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇയാളല്ലേ വേറെ CA ഉദ്യോഗസ്ഥനെ അന്വേഷിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയറിൽ ലഭ്യമായ ഇന്ന് വരുന്ന പേയ്മെന്റ് പിറ്റേ ദിവസം കിട്ടാനുള്ള സംവിധാനം ഏർപ്പെടുത്തണ്ടേ? ഒരു 1.5 കൊല്ലം കഴിഞ്ഞാൽ പേയ്മെന്റ് ഡീറ്റെയിൽസ് തരുന്നത്. നിങ്ങൾക്ക് തിരിച്ചു വയ്ക്കാത്തത് പത്തക്കാർ ഗവൺമെന്റിനോട്? നമ്മുടെ ഇവിടെ മാത്രമല്ല, കളമശ്ശേരി മാത്രമല്ല ഇഷ്യൂ. കേരളത്തെ 87 മുനിസിപ്പൽ ആകെപ്പാടി ഒരു മെച്ചം വിട്ടത് ആലുവ നഗരസഭ ഫെബ്രുവരി മാസത്തിലാണ് KS Smart ഇംപ്ലിമെന്റ് ചെയ്തത്. ജനുവരി ഇംപ്ലിമെന്റ് ചെയ്തില്ല. ഇവിടെ ജനുവരി 1-ാം തീയതി ഇംപ്ലിമെന്റ്, അന്ന് അവിടെ പത്തപ്പാർക്ക് അറിയാൻ പറ്റും. ജനുവരി 1-ാം തീയതി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ജനുവരി 12-13 ഇംപ്ലിമെന്റ് ചെയ്തു. ആലുവ മുനിസിപ്പാലിറ്റി ഒരു മാസം വൈകിച്ചു. ആരെയും ക്യാഷ് എടുത്തുകൊണ്ടിരിക്കാം, അക്കൗണ്ടിലേക്ക് ക്യാഷ് എടുക്കാം. പക്ഷെ അതിനുശേഷം സാങ്ക്യ ഇപ്പൊ സഞ്ജയ് പോയി ആകെപ്പാടുള്ള നമ്മുടെ പ്ലാൻ സ്കീം മാത്രമേ ഉള്ളൂ. ഇനി വേറെ ഇവിടുത്തെ കേരളത്തെ എല്ലാ ഓഫീസർമാരെയും സർക്കാർ കീഴിൽ ട്രെയിൻ വിളിച്ച പോലെ നിങ്ങൾ പ്ലാൻ ഫണ്ട് മാത്രം പദ്ധതിപ്പെട്ട് നിങ്ങൾ ബഡ്ജറ്റിൽ കാണിക്കണ്ട. നിങ്ങളുടെ മുനിസിപ്പൽ ഫണ്ട് മാത്രം ബഡ്ജറ്റിൽ കാണിച്ചാൽ മതി. പ്ലാൻ ഫണ്ട് ബഡ്ജറ്റിൽ കാണിക്കണ്ട, അത് പിന്നീട് പാസ്സാക്കി കിട്ടും. ഇപ്പൊ എന്താ ശരി, ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞത് പറ്റൂല, പ്ലാൻ ഫണ്ട് വീണ്ടും സഞ്ജയെ കേട്ടോന്നൊക്കെ. അപ്പൊ ഒരു പ്ലാൻ പദ്ധതിയിൽ റോഡ് വർക്ക് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്കിന്റെ പേപ്പർ കൊടുക്കുമ്പോൾ ഇത് നേരെ സഞ്ജയ് കയറ്റി കറക്റ്റാക്കി വന്നാൽ മാത്രം പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അന്ന് പറഞ്ഞ ഒന്നിച്ചാ ബഡ്ജറ്റ് കയറി പോയാൽ എല്ലാ മുനിസിപ്പാലിറ്റിയിലും തലയ്ക്ക് വെളിവുള്ളവന്മാരെ ഐക്യമിരിക്കണ്ടേ? ഇങ്ങനെയൊക്കെ പക്ഷെ എന്തോ പഞ്ചായത്തുകൾക്ക് ഹാപ്പിയാണ്. കാരണം അവരെ പിന്നീട് ഇപ്പൊ ഈ മാർച്ച് ഏപ്രിൽ 1 നടപ്പാക്കാം. അവർക്ക് സൗകര്യം. അത് ഇത്രയും പേയ്മെന്റ് ഉണ്ടോ? അവർക്ക് എല്ലാം കറക്റ്റൊക്കെ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് താങ്കളോട് ഒരു ബുൾഡോസ് ഓടിക്കാൻ പറഞ്ഞാൽ ഓടിക്കുമോ? ചിലപ്പോ ലേറ്റ് കാർ ഓടിച്ചിട്ടുണ്ടാവും, നേരെ അത് ബുൾഡോസ് ഓടിക്കാൻ പറയുന്നത്. സ്വിച്ച് ഇടുമ്പോൾ വണ്ടി മാറി പോകുന്നേ. അത് നിങ്ങൾക്ക് ട്രെയിൻ തരണം. ഇതാണ് പുതിയ KS Smart. ഇന്ന കാര്യങ്ങൾ നിർത്തുണ്ട്, ഇന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ് ട്രെയിനിങ് കൊടുത്ത് ജീവനക്കാരെ പഠിപ്പിക്കണം. അപ്പൊ പഠിപ്പിക്കുമ്പോൾ ഇവര് ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇന്ന മിസ്റ്റേക്ക് കണ്ടുപിടിക്കും, പോസ്റ്റ് കണ്ടുപിടിക്കാൻ കഴിയില്ല. 1.5 കൊല്ലമായിട്ട് ഇവിടെയല്ല, എല്ലാ മുനിസിപ്പാലിറ്റിയിലും. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ നുണയാണെങ്കിൽ മറ്റു മുനിസിപ്പാലിറ്റി അന്വേഷിക്കും, അവിടുത്തെ അക്കൗണ്ട്സ് ഭാഗത്തെ പോയി ചോദിക്കും, അല്ലെങ്കിൽ അവിടുത്തെ കൗൺസിലർമാരെ ചോദിക്കും. എല്ലാ കൗൺസിലർമാരെ കുറിച്ച് അവരുടെ ധാരണ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പ്രകാരം ഇത്തരം സോഫ്റ്റ്വെയർ മനസ്സിലാക്കി അതൊക്കെ